പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. ഒത്തിരി പരിപാടികളിൽ പങ്കെടുക്കാനും പങ്കുചേരുവാനും എൻ്റെ ശബ്ദം ഇവിടെ കേൾപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷം കായ്പറ സൗഹൃദവേദി വായനശാലയുടെ 28ാമത് വാർഷിക ആഘോഷവേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. 1000-ലധികം കുഞ്ഞുങ്ങൾക്ക് ബാഗ്, കൊട, നോട്ട് ബുക്ക്, പേന, പെൻസിൽ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ, ഏതാണ്ട് 15-ലധികം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സൈക്കിൾ വിതരണം, എൻ്റെ 2 ലക്ഷത്തിലധികം രൂപ ചികിത്സാ ധനസഹായം. അത്രയേറെ ഒരു ജനകീയ മഹോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് 3 പ്രതിഭാസമ്പന്നർ. ഒത്തിരി ആൾക്കാർ പങ്കെടുത്തു. എങ്കിൽ എനിക്കിഷ്ടപ്പെട്ടൊരു വേദിയായിരുന്നു അവിടുത്തെ സമാപന സമ്മേളനം. ആ സമാപന സമ്മേളനത്തിൽ 3 പ്രതിഭകളാണ് വാക്കുകളെ പൂക്കളാക്കി മാറ്റിയ ആ വേദിയെ സമ്പന്നമാക്കിയത്. രാജ്യം ഒരേ സമയം പത്മശ്രീ നൽകി ആദരിച്ച 2 പ്രിയപ്പെട്ട വ്യക്തികളുണ്ട്. ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ശ്രീ ചെറുവേൽ രാമേട്ടനും. ആ പ്രതിഭകളുടെ സംഗമത്തിനോടൊപ്പം നമ്മുടെ മുൻ കൃഷി വകുപ്പ് മന്ത്രി, ഇന്ന് പ്രസംഗകലയിൽ തൻ്റേതായ സാന്നിധ്യം അറിയിക്കുന്ന P. പ്രസാദ് സാറും കൂടി ചേർന്നപ്പോൾ കായ്പറ സൗഹൃദവേദിയുടെ 28ാമത് സമാപന സാംസ്കാരിക സമ്മേളനം ഉജ്ജ്വലമായൊരു വിജയത്തിലേക്ക് മാറി. ആ കാഴ്ചകൾ എനിക്ക് അനൗൺസ്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ആ തിരക്കിൽക്കിടയിൽ കിട്ടിയ കുറേ സമയത്ത് ഞാൻ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സമയം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ. മുഹമ്മയിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കാഴ്ചകൾ കാണണം. കായ്പറ സൗഹൃദവേദിയുടെ മനോഹരമായ, മഹത്വപരമായ, ജീവകാരുണ്യ നന്മയുള്ള നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ പറയണം. കാണുക. തലത്തിലേക്ക് ഓരോ വർഷം കഴിയുന്നവരും അത്രയധികം പണിയെടുക്കേണ്ടി വരുന്നില്ല ഭാരവാഹികൾക്ക്. അത്രയധികം സഹായ സഹകരണങ്ങളാണ് നമ്മുടെ നാട്ടിന് പുറത്തുനിന്ന് വായനശാല ഓരോ പ്രവർത്തനങ്ങളും കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പം നമ്മൾ മനസ്സിൽ കരുതുന്ന പലരോടും പല സഹായങ്ങളും ആവശ്യപ്പെട്ട് നമ്മൾ ഇന്ന് തന്നെ ഒരാളിനോട് ഒരു കാര്യം പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൈസയാണ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത് എന്ന് പറയുന്നത് അത് തീർച്ചയായും വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ മറ്റൊന്നുമല്ല. വായനശാലയുടെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിന് മെയിനായിട്ടുള്ള കാരണം ഞങ്ങളത് സത്യസന്ധമായി വിനിയോഗിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ തന്നെയാണ്. ഒരു തലത്തിലേക്കും കൊടുക്കാത്ത അത്രയും രൂപ നൽകി ഈ വായനശാല പ്രവർത്തനങ്ങളിലെ എല്ലാം മുതൽക്കൂട്ടായി മാറുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാരുടെ ഇതവിടെയാണെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യം പല മേഖലകളിൽ നിന്നും വായനശാലയുണ്ടായി. അത്രയധികം ഒരുപാട് ഇപ്പോൾ കുറച്ച് നാളുകളായി ഒരു 5-6 വർഷമായി നമ്മുടെ പാതിരാമണ വികസനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് വീണ്ടും പഴയപടിയിലേക്ക് നിലച്ചു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ നമ്മൾ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു പാതിരാമണ വികസന സെമിനാർ നടത്തിയത്. ഇത് ബന്ധപ്പെട്ട നമ്മൾ പാതിരാമണിലോട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറാണ്. വളരെ കൃത്യമായി ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇവരെ അവതരിപ്പിച്ചു. ഇനി നമ്മളുടെ കണ്ണുകളിലേക്ക് സൗഹൃദവേദിയുടെ 28ാമത് സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം. ഇപ്പോൾ സമയം നേരം സന്ധ്യാനേരമാണ്. ഈ സന്ധ്യാനേരം ഒരു നിലവിളക്ക് തെളിച്ചാൽ ആ നിലവിളക്കിന്റെ പ്രകാശത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയേറെ അമ്മ മലയാളത്തിന്റെ അക്ഷരങ്ങളെ ചേർത്ത് പിടിച്ച് അമ്മയുടെ താരാട്ട് പാട്ടുപോലെ ഒരു അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഉതിർന്നു വീണ അക്ഷരങ്ങളെ ചേർത്ത് പിടിച്ച മലയാളികളുടെ മനസ്സുകളിലേക്ക് ആ ദേശാടനത്തിലെ പാട്ടുണ്ടല്ലോ, ഇന്നും നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒരു അമ്മ പാടിത്തരുന്ന വികാരത്തോടെ കേൾക്കാൻ സാധിച്ച ആ വരികളിൽ മലയാളികളുടെ മനസ്സുകളിലൂടെ കടന്ന
ഇന്ത്യ രാജ്യം ഭക്തശ്രീ നൽകി ആദരിച്ച നമ്മുടെ എല്ലാം സ്വന്തം അക്ഷര ചൈതന്യത്തിന്റെ പൂതിരാണ്. ആദരണീയനായ കൈതപ്പുറത്തിനെ കായ്പുറത്തിന്റെ മനസ്സിലേക്ക് അക്ഷര ചൈതന്യങ്ങളുടെ പിറവികളെടുക്കുന്ന ഈ മനോഹരമായ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനായി ആദരവുകളോടെ ബഹുമാനത്തോടെ കാര്യത്തൊട്ട് വന്ദിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. എഴുതി വായനശാലയുടെ 28ാം വാർഷികാഘോഷം നടക്കുകയാണ്. ഇതിൻ്റെ ഇന്നത്തെ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം വളരെ വിനയപൂർവ്വം ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്, സദസ്സിലും എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. എനിക്ക് നേരത്തെ പരിചയമുള്ള 30 വർഷത്തെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം. നമ്മുടെ ലാൽ ഇവിടെയുണ്ട്. ഇവിടെ മുമ്പ് ഹോസ്റ്റലാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പുത്തനമ്പലത്തിൽ കച്ചേരിക്ക് എന്നെ ക്ഷണിച്ചത്. അത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സദസ്സായിരുന്നു. ആ അമ്പലത്തിൻ്റെ സദസ്സ് എടുത്തു പറയത്തക്ക കേരളത്തിലെ ഏറ്റവും മുന്തിയ സദസ്സായിരുന്നു. ക്ഷേത്രക്കാരുടെ സഹൃദയത്വം അന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഈ വായനശാലയുടെ സദസ്സ് തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയ്ക്ക് എൻ്റെ സ്നേഹം. മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, സൈക്കിൾ വിതരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ വളരെ വിലപ്പെട്ടിട്ടുള്ള സേവനങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA, മുമ്പത്തെ മന്ത്രി, എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം, പ്രസാദ്. അദ്ദേഹത്തിനും ഇപ്പോൾ പറഞ്ഞു പയ്യന്നൂർ കണക്ഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛൻ പയ്യന്നൂർ ഹൈസ്കൂളിലെ ഹെഡ് മാഷായിരുന്നു. വളരെ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വിനിമയമുണ്ട് എപ്പോഴും. വടക്കും തെക്കും അങ്ങനെയൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. വയലാറിനെ പോലുള്ള മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ പിന്നെ ആലപ്പുഴ ഉണ്ടെങ്കിൽ പിന്നെ മലയാളത്തിന് പിന്നെ വേറെ എന്ത് വേണം? നിങ്ങൾ ചേർത്തലേക്ക് ഏറ്റവും വലിയ മുത്താണ് അദ്ദേഹം. മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ. അതാണ് ചേർത്തല. അങ്ങനെയുള്ള മഴത്തുള്ളികളെ പോലും മുത്താക്കി മാറ്റുന്ന ചിപ്പിയാണ് ചേർത്തല. എത്ര കലാകാരന്മാർ, എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, എണ്ണമറ്റ ആൾക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ഈ മണ്ണിനെ ഞാൻ തൊട്ടു തൊഴുന്നു. തീർച്ചയായിട്ടും വേദിയിലെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരുടെ പേര് പറയാതിരിക്കാൻ ശരിയല്ല. അതുകൊണ്ട് ഞാൻ അതും കൂടി പറയാൻ പോകും. എനിക്ക് എല്ലാവരുടെ പേര് അറിഞ്ഞതായിരുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ കുഞ്ഞുമോൻ, വിനോദ്, പത്മശ്രീ ചെറുവയൽ രാമേട്ടൻ, പ്രിയപ്പെട്ട പ്രസാദ്, പിന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വെച്ചാൽ തൽക്കാലം ഈ വേദിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരാൾ മൗനയോഗി ഹരിനാരായണനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നന്മയുടെ വ്യക്തിയാണ് മൗനയോഗി ഹരിനാരായണൻ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരണം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും കൊണ്ടുവരാൻ യോഗ്യതയുള്ള ആളാണ് അദ്ദേഹം. ഒരു സന്യാസിക്ക് ഇത്രയും നല്ല മനസ്സ് വേണം. ഇത് രസമായിട്ടാണ് പാടുന്നത്. വായനശാലയുടെ ഒരു സന്തതിയാണ് അവള്. നിങ്ങളുടെ അഭിമാനമാണ്.
തീർച്ചയായിട്ടും മോൾക്ക് അഭിവാദനം. വേറൊരു പാട്ട്, വേറൊരു ഗായിക പാടുന്നു. എൻ്റെ വേറൊരു ഗാനം ഏതാ നമ്മളത്? ആകാശദീപം അല്ലേ? ആകാശദീപം എന്നുള്ള ആ ഗാനം പിന്നെ നമ്മുടെ ശരത്തണ്ണാച്ചി ഞാനും കൂടി ചെയ്ത പാട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശരത്തിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ആ പാട്ടിൻ്റെ പല്ലവി മോള് പാടും കേട്ടോ. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, പാടിക്കാം. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും വാരിളം പൂക്കളേ. നാമണിയുമ്പോൾ രാവലിയുമ്പോൾ, ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ. ഞങ്ങൾ ചേർത്തലയുടെ ചിപ്പിയിൽ നിന്ന് മുത്തായിട്ട് മാറിയിട്ടുള്ള വേറൊരു മോളാണിത്. അടുത്ത ഏതാ പാട്ട് നമുക്കറിയാം? മറ്റേ നേരത്തെ പറഞ്ഞ പാട്ടിലേതാ? മറ്റേ ദീപക് ദേവിൻ്റെ പാട്ട് പറഞ്ഞില്ലേ? ആ അറിയില്ല. ആയില്ല, ഞാൻ പറയാം പോട്ടെ. ദീപക് ദേവ് എന്ന പ്രിയപ്പെട്ട മഹാനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സംഗീത സംവിധായകനായിട്ട് ഞങ്ങൾ ആദ്യം ചേർന്ന പാട്ട്, ദീപകിൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം കേരളം മുഴുവൻ ഏറ്റുപിടിച്ച പാട്ടാണ്. അത് പിന്നെ ജയേട്ടനും ചിത്രയും കൂടിയാണ് പാടിയത് അല്ലേ? അതാണ് എനിക്ക് പ്രിയപ്പെട്ട ഗാനമാണ്. സുജാത പിന്നെ സിദ്ദീഖിൻ്റെ പടമാണ്. സിദ്ദീഖ് ഒരു ിരിക്കുന്ന പ്രിയപ്പെട്ടവരും, ഈ കാഴ്ചകൾ നമ്മളുടെയൊക്കെ തീവ്രമാകുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മളുടെ മനസ്സിന്, നമ്മളുടെ ചിന്തകൾക്ക്, നമ്മളുടെ പൊന്നു മക്കൾക്ക് ഒരു മഹനീയമായ ഒരു വസന്തത്തിന്റെ നേർക്കാഴ്ചകൾ വിടരുന്ന സൗഹൃദവേദി വായനശാലയുടെ 28ാമത് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. മഹനീയമായ ഈ സമ്മേളനത്തിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി അധ്യക്ഷത വഹിക്കുന്നത് 28 വർഷം സൗഹൃദവേദി വായനശാല എന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ ഉള്ളം കയ്യിൽ വെച്ച് തന്റെ ജീവിതത്തിന്റെ ഭാഗതയുമാക്കി മാറ്റി ഈ നാടിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സ്പന്ദനം അറിഞ്ഞ ആദരണീയനായ ശ്രീ ടി കുഞ്ഞുമോനെ ഏറെ ബഹുമാനത്തോടെ ആദരവുകളോടെ ഈ മഹനീയമായ സാംസ്കാരിക സമ്മേളനത്തിന്റെ അധ്യക്ഷത പദവിയിലേക്ക് വിനയപൂർവ്വം. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടെന്നറിയോ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്. അതിനൊക്കെ നമ്മുടെ സൗഹൃദവേദി വായനശാലയുടെ ഈ നാട്ടിലെ ജനങ്ങൾ സംഭാവന ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. ഒരു തർക്കവുമില്ല. ഇനി നമ്മൾ അങ്ങനെയുള്ള ആഘോഷങ്ങളിലേക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അങ്ങോട്ടുള്ള യാത്രയിൽ ഇതായിരിക്കണം നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. അതുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ സൗഹൃദ വായനശാലയിലേക്ക് പങ്കെടുക്കാനും ഇതിലെന്നെ ക്ഷണിക്കാനും വയനാട്ട് വരെ എത്തിയിട്ടുള്ള നമ്മളെ കുഞ്ഞുമോൻ ചേട്ടനും അതുപോലെ തന്നെ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയും അങ്ങോട്ട് വരണം. ഇപ്പൊ കുട്ടികൾക്ക് കുറെ പഠനോപകരണം കൊടുക്കുകയാണ്. ഈ കുട്ടികൾക്ക് പഠനോപകരണം കൊടുക്കുമ്പോൾ എനിക്കൊരു സജഷൻ വെക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ കേരള സിലബസ് കാലഹരണപ്പെട്ട സിലബസാണ്. കരിക്കുലത്തിൽ തന്നെ ഇവരെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാറ്റം കൂടിയേ തീരും. അതുകൊണ്ടാണ് നമ്മൾ പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് നമ്മുടെ യുവാക്കൾ പോകുന്നത്. ലഹരികൾ, കള്ളക്കടത്ത്, കരിഞ്ചന്ത, കുഴിച്ചുവെപ്പ്, കുത്തിമലർത്തൽ, അമ്മയെ കൊല്ലുന്നു. കുട്ടികളാണ്, വിദ്യാഭ്യാസമുള്ളവരാണ് ചെയ്യുന്നത്. എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിന് മാറ്റം വന്നേ തീരും. നമുക്ക് സാധിക്കണം. നമ്മളെ പ്രസാദമുണ്ട്,
നമ്മൾ സാറ് പ്രസാദ് ടെമ്പൽ സാറിന്റെ നിയമസഭയിലൊക്കെ പോവുകയാണ്. വി ഡി സതീശൻ, മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഈ വിദ്യാഭ്യാസം സംബന്ധിച്ച്. ഉണ്ട്, അതെ, വിദ്യാഭ്യാസം പറഞ്ഞിരുന്നു വി ഡി സതീശൻ സാർ മുഖ്യമന്ത്രി. ഇന്നത്തെ സിലബസ് കാലഹരണപ്പെട്ടതാണ്, കരിക്കുലത്തിൽ കുട്ടികളെ വളർത്താനുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു. ഇവരുടെ സംഗമത്തിനപ്പുറത്തേക്ക് രണ്ട് മഹാസാഗരങ്ങളുടെ സംഗമവേദിയായിട്ട് ഈ വേദി മാറുന്നു എന്നുള്ള വലിയ പ്രത്യേകത നമ്മുടെ നാടിനുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. അവർ രണ്ടുപേരും നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരെ ഒരാദരവോട് കൂടിയിട്ടാണ് ഇവിടേക്ക് അവരെ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ ആത്മാവിനെ ആദരിക്കുന്ന ഏറ്റവും അതുല്യമായ അസുലഭമായ ഒരു മുഹൂർത്തമാണിതെന്ന് പറയേണ്ടി വരും. കൈതപ്രം മനുഷ്യഹൃദയങ്ങളിൽ കവിത എഴുതിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ അതുകൊണ്ട് എല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, പാട്ടുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യഹൃദയങ്ങളിൽ കവിത എഴുതിയ മഹാനായ ഒരു മനുഷ്യനാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നുള്ളത്. ഭൂമിയിൽ ജീവൻ്റെ കവിത എഴുതുന്ന ആളാണ് ചെറുവയൽ രാമൻ. രണ്ടുപേരും അപ്പോൾ എത്രയോ മനോഹരമായ കവിതകളാണ് രചിക്കുന്നത്. അക്ഷരങ്ങൾ കൊണ്ട് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന് പറയുന്ന മനുഷ്യൻ കടലാസിൽ കുറിച്ചിട്ടപ്പോൾ അത് നടന്നു കയറി വന്ന് നമ്മുടെ ഹൃദയത്തിലൊരു ഇരിപ്പിടം നേടി ഒരു ചാരുകസാലയിൽ ആ കിടപ്പ് കിടന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വരികൾ മാറുന്നതേയില്ല. ചെറുവയൽ രാമൻ എന്ന ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവൻ്റെ കവിത എഴുതിയപ്പോൾ അതും നമ്മളിലേക്ക് തന്നെയാണ് പടർന്നു കയറി വന്നത്. അതുകൊണ്ട് ഈ സംഗമം ഒരു ചെറിയ സംഗമമായി ഞാൻ കാണുന്നതേയില്ല. രാമേട്ടനൊരു ആദിവാസി കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇല്ലായ്മകളോടും വല്ലായ്മകളോടും പടവെട്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർക്ക് വായനശാലയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ചേർന്ന പത്മശ്രീ ചെറുവയൽ രാമൻ അവർക്ക് വായനശാലയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.